ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന് അഭിമാനിച്ചിട്ടുണ്ട്. ചില നേരത്തൊക്കെ അഹങ്കരിച്ചിട്ട് പോലുമുണ്ട്. പക്ഷേ അനാഥയായ പെൺകുട്ടിയെ തേടി വന്ന സന്തോഷമൊക്കെ കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണയുടെ അമ്മ സ്വന്തം അനിയത്തി തന്നെയായിരുന്നു എനിക്ക്. അവളെ എല്ലാം തകർത്തില്ലാണ്ടാക്കിയത്. പക്ഷെ ശ്രീനിവാസന് ഇത്രയും ക്രൂരത എന്നോട് കാണിക്കാൻ പറ്റിയത് എങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. മമ്മി, എന്താ മമ്മി ഇതൊക്കെ? തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കൊക്കെ ശേഷം നിന്നെ പ്രസവിക്കാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നാളുകൾ. ഞാൻ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ സ്വന്തം മകളെ കാണാൻ ആ മനുഷ്യൻ ഓടിയെത്തിയില്ല. പകരം അയാൾ വന്നത് ഒരു കൊലപാതകയായിട്ടാ. എന്തിന്? അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞത് നിന്നെ തട്ടിയെടുക്കാനായിട്ട് അവര് ശ്രമിച്ചു എന്നാ. ഭാഗ്യത്തിനാ ഒന്നും സംഭവിക്കാതെ നീ ബാക്കിയായത്. അതിനിടയില് അയാളോടൊപ്പം വന്ന കൊലയാളിയുമായിട്ട് എന്തൊക്കെയോ വാക്കുതർക്കം ഉണ്ടായി. അത് പിന്നെ കയ്യാങ്കളിയായി. നിന്റെ അച്ഛന്റെ കൈകൊണ്ട് ആ കൊലയാളി മരിച്ചു. അതിന്റെ പേരിൽ ശ്രീനിവാസ് ജയിലിലുമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ നിന്നെയും കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് എനിക്ക് ധൈര്യമില്ലായിരുന്നു. ആരും കണ്ടുപിടിക്കാത്ത ഒരിടത്തേക്ക് പോണം, നിന്നെ വളർത്തണം, അതുമാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഇത്രയും വലിയ ക്രൂരനാണോ അയാള്? ഞാൻ പരിചയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ശ്രീനിവാസിന്റെ സ്വഭാവം വെച്ച് ആ മാറ്റം എങ്ങനെ വന്നു എനിക്ക് മനസ്സിലായില്ല. പിന്നെ പതുക്കെ പതുക്കെ മനസ്സിലായി. ശാന്തിയായിരുന്നു അതിന്റെ പിന്നിൽ. പിന്നെ ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയപ്പോ ശ്രീനിവാസ് എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ ഞാൻ ആട്ടി ഓടിച്ചു. അയാളോ അയാളുടെ ആളുകളോ നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അയാളുടെ മകളല്ല, മറ്റൊരാളിൽ ജനിച്ച കുഞ്ഞാണെന്ന് ഞാൻ കാണാൻ പറഞ്ഞു. അവിടം തൊട്ട് മമ്മി ഒറ്റയ്ക്ക് പടവെട്ടിയതാ നീ കണ്ടു ശീലിച്ച സമ്പത്തും നീ അഭിമാനിക്കുന്ന സിത്താര ശ്രീനിവാസ് എന്ന നിന്റെ മമ്മിയും. കഷ്ടപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ഒരു കാലത്തിന്റെ അവസാനം ഉണ്ടായത് അപ്പോഴാ. വാശിയും വൈരാഗ്യം അല്ലാതെ സിത്താര ശ്രീനിവാസിന് അന്നറിയാവുന്ന ഒരു വികാരങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഉള്ളിന്റെ ഉള്ളിൽ കൂട്ടിവെച്ച സ്നേഹം മുഴുവനും മമ്മി തന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്, അറിയോ? മമ്മി, എനിക്കൊന്നും അറിയില്ലായിരുന്നു മമ്മി. ഇത്രയ്ക്ക് വേദനിക്കുന്ന ഒരു പാസ്റ്റ് എന്റെ മമ്മിക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെ, മമ്മി ജീവിച്ചത് നിനക്ക് വേണ്ടിയാ. ജീവിതത്തില് നേട്ടത്തിന്റെ ഓരോ പടി കയറുമ്പോഴും ഞാനത് നേടിയെടുത്തുന്ന് മമ്മി മനസ്സിൽ ഉറക്കെ പറയുമായിരുന്നു. നിന്റെ കാലം നടറിയ മമ്മിയുടെ നെഞ്ച് വേദനിക്കും. നിന്റെ ജീവിതത്തിൽ നീ തോറ്റുപോയാ സിത്താര ശ്രീനിവാസിന്റെ പിന്നൊരു ജയമില്ല. ഞാൻ അനുഭവിച്ച കൂട്ടി നിനക്ക് ഒരു ഗുണവും ഇല്ലാണ്ടാവും. നിന്റെ മമ്മിയുടെ അവസ്ഥ എന്റെ മോക്കുണ്ടാവരുത്.